الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അൽ-ഇമാം ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുള്ളയുടെ കലിമത്തുൽ ഇഖ്ലാസ് വ തഹ്ഖീഖു മഅനാഹ എന്ന റിസാലയിൽ അടുത്ത ഫസിൽ, അവസാനത്തെ ഫസിൽ, ഇതിനു മുമ്പായി തൗഹീദിന്റെ അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രാധാന്യവും അത് മുഖേന നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതും സ്വർഗപ്രവേശനം ലഭിക്കുന്നതും അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതും തൗഹീദിന്റെ തഹ്ഖീഖ് എങ്ങനെയാണ് എന്നീ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പറഞ്ഞതിനു ശേഷം ഈ ഫസ്ലിൽ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ഫളായിലുകളാണ്. ഖുർആനിലും ഹദീസിലുമായി വന്നിട്ടുള്ള ഫളായിലുകളാണ് ഈ ഫസ്ലിൽ പറയുന്നത്. അതിൽ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു, വകലിമത്തു തൗഹീദി ലഹാ ഫളായിലു അദീമത്തുൻ ലാ യുംകിനുഹാ ഹുനാ ഇസ്തിഖ്സാഉഹാ ഫൽനദ്കുർ ബഅദ മാ വറദ ഫീഹാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഥവാ കലിമത്തു തൗഹീദ് എന്നുള്ള ഈ കലിമത്തിന് ധാരാളം മഹത്തായിട്ടുള്ള ഫضലുകളുണ്ട്. അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനോ എന്തെങ്കിലും നിശ്ചയിച്ചു വെക്കാനോ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ്. എന്നാൽ അതിൽ ചിലത് മാത്രം നാം ഇവിടെ പരാമർശിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫضലുകൾ പറയുകയാണെങ്കിൽ അതിന് പരിധിയില്ലാത്ത അത്ര പറയാൻ ഉണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ഫളായിലു ഹാദിഹിൽ കലിമ വഹഖായിഖുഹാ വമൗഖിഉഹാ മിനദ്ദീൻ ഫൗഖ മാ യസിഫുൽ വാസിഫൂൻ വയഅരിഫുൽ ആരിഫൂൻ. ഈ ഒരു കലിമത്തിന്റെ ഫളായിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ സ്ഥാനം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആരെല്ലാം അതിനെ വിശദീകരിച്ചാലും അതിനെപ്പറ്റി അതിന്റെ സിഫത്തുകൾ പറഞ്ഞാലും അതിനേക്കാൾ എല്ലാം മുകളിലാണ്. വഹിയ ഹഖീഖത്തുൽ അംരി കുല്ലിഹ്, കാര്യങ്ങളുടെ എല്ലാം യാഥാർത്ഥ്യം എന്നുള്ളത് ഈ ഒരു കലിമത്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സൂറത്തുൽ അംബിയായിലെ 25-ാമത്തെ ആയത്ത് കൊടുക്കുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഒരു റസൂലിനെയും അയച്ചിട്ടില്ല അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ കലിമത്ത് വഹിയായി നൽകാതെ. അപ്പോൾ ഇതിന്റെ ഫളായിലുകൾ ചിലതാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഈ റിസാലയുടെ അവസാനത്തെ ഫസ്ലിലായിട്ട് കൊടുക്കുന്നത്. ഫഹിയ കലിമത്തു തഖ്വ കമാ ഖാലഹു ഉമർ വഗൈറുഹു മിനസ് സഹാബ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പറയുന്ന ഒരു പേരാണ് കലിമത്തു തഖ്വ എന്നുള്ളത്. വഹിയ കലിമത്തുൽ ഇഖ്ലാസ്, അത് കലിമത്തുൽ ഇഖ്ലാസ് ആണ്, ഇഖ്ലാസിന്റെ കലിമത്താണ്. വശഹാദത്തുൽ ഹഖ്, ഹഖായിട്ടുള്ള സാക്ഷ്യമാണ്. വദഅവത്തുൽ ഹഖ്, ഹഖായിട്ടുള്ള ശരിയായിട്ടുള്ള ക്ഷണമാണ്. വബറാഅത്തു മിനശ് ശിർക്ക്, ഷിർക്കിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യമാണ്. വനജാതു ഹാദൽ അംർ, എല്ലാ കാര്യങ്ങളുടെയും ഈ ദീനിന്റെ ഈ ജീവിതത്തിന്റെ എല്ലാം വിജയവും ഈ കലിമത്താണ്. ഇത് വ്യത്യസ്ത ഹദീസുകളിലും ആയത്തുകളിലും വന്നിട്ടുള്ള ആശയങ്ങളെയാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യത്യസ്ത പേരുകളായി ഇബ്നു റജബ് അൽ ഹംബലി ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നമുക്കറിയാം കലിമത്തു തൗഹീദ് എന്നുള്ളത്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറയുന്ന പേരാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനാണ് മുവഹിദ്, തൗഹീദ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പറഞ്ഞു കലിമത്തു തഖ്വ എന്നത്. കലിമത്തു തഖ്വ എന്നുള്ളത് എവിടുന്നാണ്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫത്ഹിലെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വഅൽസമഹും കലിമത്തത് തഖ്വ വകാനു അഹഖ ബിഹാ വഅഹ്ലഹാ. സഹാബികളെ പറ്റി പറയാണ്, അവർ കലിമത്തു തഖ്വയിൽ അവർ ഉറച്ചു നിൽക്കുന്ന ആളുകളായി, അവരാണ് അതിന്റെ യഥാർത്ഥ അവകാശികൾ എന്ന് പറഞ്ഞു.
ഇവിടെ കലിമത്തു തഖ്വ എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങളും അതുപോലെ സഹാബികളിൽ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവും മറ്റു പല സഹാബികളും പറഞ്ഞത് കാണാം. അതുപോലെ കലിമത്തുൽ ഇഖ്ലാസ്, തൗഹീദ് എന്നുള്ള നാമം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇഖ്ലാസ് എന്നുള്ളത് അതിൽ ഉൾക്കൊണ്ടതാണ്. ഇഖ്ലാസ് ഇല്ലാതെ എന്തില്ല? തൗഹീദ് ഇല്ല. അതുകൊണ്ട് തന്നെ കലിമത്തുൽ ഇഖ്ലാസ് എന്ന പേരിൽ പറയുന്നു. മറ്റൊരു പേര് പറഞ്ഞത് ഷഹാദത്തുൽ ഹഖ്, ശരിയായിട്ടുള്ള ഹക്കായിട്ടുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞത്. എന്താണ് പറയാൻ കാരണം? സൂറത്ത് ആലി ഇമ്രാനിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അല്ലാഹു സാക്ഷ്യം ചെയ്തിട്ടുള്ള, മലക്കുകളും ഇൽമുള്ളവരും സാക്ഷ്യം ചെയ്തിട്ടുള്ള ഒരു കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് ഷഹാദത്തുൽ ഹഖ് എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറയുന്നത്. മറ്റൊരു പേര് ദഅവത്തുൽ ഹഖ്, ശരിയായിട്ടുള്ള സത്യമായിട്ടുള്ള ക്ഷണം എന്ന പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. അതും ഖുർആനിൽ വന്നിട്ടുണ്ട്. സൂറത്തുർ റഅദിലെ 14-ാമത്തെ ആയത്തിൽ ലഹു ദഅവത്തുൽ ഹഖ്. ആ ദഅവത്തുൽ ഹഖ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു. കാരണം എന്താണ്? വേറെ ആയത്തുകളിൽ നബിമാരെ നിയോഗിച്ച് അവർ ക്ഷണിച്ചത് ഏതിലേക്കാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. അതുകൊണ്ടാണ് അതാണ് ശരിയായിട്ടുള്ള ക്ഷണം, സത്യമായിട്ടുള്ളത് എന്ന് പറയുന്നത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഏതൊരു സമൂഹത്തിലേക്കും നാം റസൂലിനെ അയച്ചു. അവർ പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അല്ലാത്തവയെ ഒഴിവാക്കണം. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുപോലെ മറ്റൊരു ഇതിൽ പരാമർശിക്കാത്ത മറ്റൊരു പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പറയുന്നത് അൽ ഉർവത്തുൽ വുസ്ഖ, ബലവത്തായിട്ടുള്ള കയർ അല്ലെങ്കിൽ പിടി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥത്തെ പഠിപ്പിക്കുന്ന ഒരായത്താണ് സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഫമൻ യക്ഫുർ ബിത്താഗൂത്ത് വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. ആരാണോ താഗൂത്തുകൾ, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ കുഫ്ർ കാണിക്കുകയും അതുപോലെ അള്ളാഹുവിൽ ഈമാൻ ഉൾക്കൊള്ളുകയും, ലാ ഇലാഹ എന്ന നഫി, ഇല്ലല്ലാഹ് എന്നുള്ള ഇസ്ബാത്ത് അതുള്ളതാർക്കാണോ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, അവർ പിടിച്ചിട്ടുള്ളത് ഏറ്റവും ബലവത്തായിട്ടുള്ള കയറിലാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ആ പേരും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുപോലെ മറ്റൊരു പേര് പറയുന്നതാണ് ബറാഅത്തും മിനശ്ശിർക്ക്, ബറാഅത്തും മിനശ്ശിർക്ക് എന്നുള്ളത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്ത് പറയുന്നതോടുകൂടി അവൻ എന്തിൽ നിന്ന് ഒഴിവാവുകയാണ്? അത് തെളിയിക്കുന്ന എന്താണ്? അതിന്റെ ആശയം എന്താണ്? ഷിർക്കിൽ നിന്ന് ഞാൻ ബറാഅത്ത് പ്രഖ്യാപിക്കുന്നു എന്നതാണ്. അപ്പോൾ ബറാഅത്തും മിനശ്ശിർക്ക് എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹയെ പേര് പറയാറുണ്ട്. കാരണം ആ താഗൂത്തുകളോട് കുഫ്ർ കാണിക്കുന്നതുകൊണ്ട്. മറ്റൊന്നാണ് നജാത്തു ഹാദൽ അംർ, നമ്മെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ദീനിന്റെ, ഈമാനിന്റെ, ഈ ജീവിതത്തിന്റെ അതിന്റെ രക്ഷ എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അത് പറയാനുള്ള കാരണം ഒരു ഹദീസ്, ആ ഹദീസ് ഉദ്ധരിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നതിന് ഒരു സംഭവമുണ്ട്. മുമ്പ് ഒരു ദർസിൽ പറഞ്ഞിട്ടുമുണ്ട്. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു തണലിലായിക്കൊണ്ട് ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിലൂടെ കടന്നുപോയി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞു. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സലാം വീട്ടിയില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്താണ്. ഉമർ റളിയല്ലാഹു എന്തോ വിഷമായി, എന്താ സലാം വിട്ടാഞ്ഞ്. അങ്ങനെ നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഉസ്മാന്റെ അടുത്തുകൂടെ വന്നപ്പോൾ ഞാൻ സലാം പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു സലാം വീട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും ഉമർ റളിയല്ലാഹു രണ്ടാളും കൂടി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരു സലാം പറഞ്ഞു, സലാം വീട്ടി. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, ഉമർ നിങ്ങളോട് സലാം പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിയില്ല എന്ന് പരാതി പറഞ്ഞല്ലോ, എന്താണ് പറഞ്ഞു. ഞാൻ കേട്ടിട്ടില്ല, ഉമർ എന്റെ അടുക്കൽ വന്നത് സലാം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അപ്പൊ അതിനേക്കാൾ വലിയൊരു ചിന്തയിലായിരുന്നല്ലോ നിങ്ങള്, അതിനേക്കാൾ ഇത് ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം ഒരു ചിന്തയിലായിരിക്കുമല്ലോ നിങ്ങൾ ചോദിച്ചു, എന്തായിരുന്നു ചോദിച്ചു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടുപോയി, പക്ഷെ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല, മൻ നജാത്ത്, എങ്ങനെയാണ് രക്ഷപ്പെടുക, എന്താണ് രക്ഷ എന്ന് ചോദിക്കാൻ പറ്റിയില്ല, അതാലോചിച്ച് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിനെ പറ്റിയിട്ട്.
എന്താണ് ഈ ജീവിതത്തിൽ ഈ ദീനിൽ എല്ലാത്തിലും രക്ഷയ്ക്കുള്ള മാർഗം എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പറഞ്ഞ മറുപടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുക്കുകയാണ്. മൻ ഖബില മിന്നി അൽ കലിമത അല്ലതി അറൗതു അലാ അമ്മി ഫറദ്ദഹ അലയ്യ ഫഹിയ ലഹു നജാതുൻ. ആരാണോ എന്നിൽ നിന്ന് ഞാൻ എൻ്റെ പിതൃവ്യന്റെ അടുക്കൽ പറഞ്ഞ കലിമത്ത് സ്വീകരിക്കുന്നത്, അത് തിരിച്ചെന്നോട് പറയുന്നത്, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്നത്, അത് ജീവിതത്തിൽ പകർത്തുന്നത്, അവർക്ക് രക്ഷയുണ്ട്, അത് അവന് രക്ഷയാണ് എന്ന് പറഞ്ഞു. എന്താണ് പിതൃവ്യൻ? ആരാണ്? അബൂ താലിബാണ്. അബൂ താലിബിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കലിമത്ത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ നജാതു ഹാദൽ അംർ എന്ന് പറയാറുണ്ട്. ഇത് ലാ ഇലാഹ ഇല്ലല്ലയുടെ മറ്റൊരു പേരാണ്. അടുത്ത ഫضലായി കൊടുക്കുന്നത് വലി അജ്ലിഹാ ഖുലിഖൽ ഖൽഖു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണത്താലാണ് സൃഷ്ടികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിൽ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയോ മനുഷ്യവർഗത്തെയോ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. ഇബാദത്ത് ചെയ്യുക എന്ന എന്തുദ്ദേശം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള കാരണം, ലക്ഷ്യം, ആകാശഭൂമികളെ സൃഷ്ടിച്ചതും ജിന്നുവർഗങ്ങളെ മനുഷ്യവർഗങ്ങളെ സൃഷ്ടിച്ചതും സ്വർഗനരകങ്ങളെ സൃഷ്ടിച്ചതും എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അതിനുള്ള കാരണമെന്നത്. നമുക്ക് സംശയമല്ല, അറിയാം. ഭൂമി എന്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ആകാശഭൂമികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കുന്നതിനുള്ള സ്ഥലമാണ്. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചത് എന്തിനാണ്? അത് പൂർത്തീകരിക്കാനുള്ള ആളുകളാണ്. റസൂലുകളെ നിയോഗിച്ചത് എന്തിനാണ്? അതിലേക്ക് ക്ഷണിക്കാനാണ്. അല്ലാഹു തആല നരകവും സ്വർഗവും വെച്ചിട്ടുള്ളത് എന്തിനാണ്? അല്ലെങ്കിൽ വിചാരണ വെച്ചിട്ടുള്ളത് എന്തിനാണ്? അതിലേക്ക് ആളുകളെ വേർതിരിക്കാനാണ്. നരകവും സ്വർഗവും, അത് അംഗീകരിച്ചവർക്ക് സ്വർഗവും നിഷേധിച്ചവർക്ക് നരകവും. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള കാരണം. വലി അജ്ലിഹ, അത് പറയുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും പറയുന്നുണ്ട്. വലി അജ്ലിഹ ഉർസിലത്തുർ റുസുൽ വ ഉൻസിലത്തുൽ കുതുബ്. അതിനു വേണ്ടിയിട്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണത്താലാണ് റസൂലുകളെ നിയോഗിച്ചിട്ടുള്ളത്, കിതാബുകൾ ഇറക്കിയിട്ടുള്ളത്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഏതൊരു റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ടോ ആ റസൂലിനെല്ലാം അല്ലാഹു തആല നൽകിയിട്ടുള്ള വഹി എന്താണ്? അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. വഖാല തആല, അതുപോലെ തന്നെ സൂറത്തുൻ നഹ്ലിലെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി അൻ അൻദിറു അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. യുനസ്സിലുൽ മലായിക, മലക്കുകൾ ഇറങ്ങുന്നു, ബിർറൂഹി മിൻ അംരിഹി, അല്ലാഹുവിന്റെ വഹി കൊണ്ട്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഖുർആൻ കൊണ്ട്, വഹി കൊണ്ട് ഇറങ്ങുന്നു. അലാ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന അവന്റെ റസൂലുകളിൽ, മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ, അൻ അൻദിറു, എന്തിനു വേണ്ടി? താക്കീത് ചെയ്യാൻ വേണ്ടി. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ, ഞാനല്ലാതെ ഒരു ഇലാഹില്ല, അതുകൊണ്ട് എന്നെ സൂക്ഷിച്ച് ജീവിക്കണം, അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കണം എന്ന് പറയാം. ഇത് സൂറത്തു നഹ്ലിലെ 2-ാമത്തെ ആയത്താണ്. സൂറത്തു നഹ്ലിന് മറ്റൊരു പേരുണ്ട്, ആർക്കെങ്കിലും അറിയോ? സൂറത്തു നഹ്ലിന് പറയുന്ന മറ്റൊരു പേര് കുട്ടികൾക്ക് ആർക്കെങ്കിലും? സൂറത്തു നിഅം എന്ന് സൂറത്തു നഹ്ലിന്റെ മറ്റൊരു പേരാണ്. വരാനുള്ള കാരണം, സൂറത്തു നഹ്ലിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള ധാരാളം അനുഗ്രഹങ്ങളെ പറ്റി പറയുന്നുണ്ട്. ധാരാളം അനുഗ്രഹങ്ങളെ പറ്റി, അനുഗ്രഹങ്ങൾ എന്ന് തിട്ടപ്പെടുത്തുന്നതിനെ പറ്റി, അതുപോലെ മനുഷ്യൻ അതിനെല്ലാം നന്ദികേട് കാണിക്കുന്നതിനെ പറ്റി ധാരാളം അനുഗ്രഹങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വഹാദിഹിൽ ആയത്തു അവ്വലു മാ അദ്ദദല്ലാഹു അലാ ഇബാദിഹി മിനൻ നിഅം ഫീ സൂറത്തിൻ നിഅം അല്ലതി തുസമ്മാ സൂറത്തുൻ നഹ്ൽ. അപ്പോ സൂറത്തുൻ നഹ്ലിൽ 2-ാമത് ആയത്താണ് ഇപ്പോ പറഞ്ഞത്. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി പറയാണ്, ഈ ആയത്താണ് അല്ലാഹു തആല അടിമകളുടെ മേലെ ചൊരിഞ്ഞിട്ടുള്ള നിഅമത്തുകൾ എണ്ണുന്നിടത്ത്, എണ്ണി പറയുന്നിടത്ത് 1-ാമതായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് സൂറത്തു നിഅം ആ സൂറത്തിൽ, അഥവാ സൂറത്തു നഹ്ലിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു നൽകിയ നിഅമത്തുകളിൽ മഹത്തായത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുകൾക്ക് വഹി നൽകിയതും കിതാബ് ഇറക്കിയതുമാണ്. വലിഹാദാ ഖാല ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ്, അതുകൊണ്ടാണ് ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറഞ്ഞൊരു അസർ കൊടുക്കുകയാണ്, മാ അൻഅമ അല്ലാഹു അലൽ ഇബാദി നിഅമതൻ അഅ്ളമു മിൻ അൻ അറഫഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു അടിമക്കും അല്ലാഹു തആല
ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയൊരു നിഅമത്ത് നൽകിയിട്ടില്ല. വഇന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലിഅഹ്ലിൽ ജന്ന, സ്വർഗാവകാശികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കൽമാഇൽ ബാരിദ് ലിഅഹ്ലിൽ ദുനിയ, ദുനിയാവിൽ ഒരാൾക്ക് തണുത്ത വെള്ളം ലഭിക്കുന്ന എത്ര സന്തോഷം നൽകുന്ന കുളിർമയേകുന്ന കാര്യമാണോ അതുപോലെയാണ് സ്വർഗാവകാശികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ. എന്താണ് പറയാനുള്ള കാരണം? ദുനിയാവിൽ നിഅമത്തുകളുടെ വിഷയത്തിൽ നാളെ അല്ലാഹു തആല അടിമകളോട് ചോദിക്കുന്ന ഒന്നാമത്തെ നിഅമത്ത് എന്താണ്? ഞാൻ നിനക്ക് തണുത്ത വെള്ളം കുടിപ്പിച്ചില്ലേ എന്നുള്ളതാണ്. ഞാൻ നിനക്ക് തണുത്ത വെള്ളം കുടിപ്പിച്ചില്ലേ എന്നുള്ളതാണ്. ഭൗതികമായ നിഅമത്തുകളിൽ ഒന്നാമതായി ചോദിക്കുന്നത് അതാണ്. അപ്പൊ അതുപോലെയാണ് സ്വർഗാവകാശികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, അഥവാ അവരുടെ ഖൽബിനുള്ള നിഅമത്തുകളിൽ ഏറ്റവും മഹത്തരായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മറ്റൊരു ഫضل പറഞ്ഞത് വലിഅജ്ലിഹാ ഉഇദ്ദത് ദാറുൽ സവാബി വദാറുൽ ഇഖാബ് ഫിൽ ആഖിറ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ് പ്രതിഫലത്തിന്റെയും ശിക്ഷയുടെയും ഭവനങ്ങളെ, സ്വർഗത്തെയും നരകത്തെയും അല്ലാഹു ഒരുക്കിയിട്ടുള്ളത്. ഫമൻ ഖബിലഹാ വമാത അലൈഹാ കാന മിൻ അഹ്ലി ദാരിസ് സവാബ്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കുകയും അതിലായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്യുന്നത് അവർക്ക് നാളെ പ്രതിഫലത്തിന്റെ ഭവനമുണ്ട്, സ്വർഗമുണ്ട്. വമൻ റദ്ദഹാ കാന മിൻ അഹ്ലി ദാരിൽ ഇഖാബ്, ആരാണോ അതിനെ ഉൾക്കൊള്ളാതെ എതിർക്കുന്നത് അവനുള്ളത് നാളെ ശിക്ഷയുടെ ഭവനവുമാണ്. വമിൻ അജ്ലിഹാ ഉമിറത്തിർ റസൂലു ബിൽ ജിഹാദ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണത്താലാണ് റസൂലുകളോട് ജിഹാദിന് വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. റസൂലുകളോട് അല്ലാഹു തആല ജിഹാദിന് വേണ്ടി കൽപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണത്താലാണ്. ഫമൻ ഖാലഹ ഉസിമ മാലുഹു വദമുഹു, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അവന്റെ രക്തവും അവന്റെ സമ്പത്തും സംരക്ഷിക്കപ്പെടും. വമൻ അബാഹ ഫമാലുഹു വദമുഹു ഹദറുൻ, ആരാണോ എതിരായി നിൽക്കുന്നത് അവന്റെ സമ്പത്തും അവന്റെ രക്തവും പിന്നെ അനുവദനീയമാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പറഞ്ഞ ഹദീസുണ്ട്. എന്താണ്? ഉമിർതു അൻ ഉഖാതില الناس ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാനാണ്. ഫൈദാ ഖാലു, അവരത് പറഞ്ഞാൽ فإذا قالوا لا إله إلا الله عصموا مني دماءهم وأموالهم إلا بحقها, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ രക്തവും അവരുടെ സമ്പത്തും എല്ലാം സംരക്ഷിക്കപ്പെടണം. മുസ്ലിമിന്റെ രക്തവും സമ്പത്തും അഭിമാനവും എല്ലാം സംരക്ഷിക്കപ്പെടണം. ഇല്ലാ ബിഹഖിഹ, അതെടുക്കാനുള്ള ഹക്കിന്റെ മേലെ അല്ലാതെ. അഥവാ ഒരു മുസ്ലിമിനെ വധിക്കണമെങ്കിൽ 3 കാരണങ്ങളാണ്. ഒന്നെങ്കിൽ അവൻ വേറൊരാളെ കൊന്നതിന് പകരമായിട്ട്, അല്ലെങ്കിൽ വിവാഹിതനായിട്ടുള്ള വ്യഭിചാരി, അല്ലെങ്കിൽ ദീനിൽ നിന്ന് മുർത്തദാവണം. ഈ ഹക്കല്ലാതെ ഒരു മുസ്ലിമിന്റെ രക്തം ചീന്താൻ പാടില്ല. വഹിയ മിഫ്താഹു ദഅവത്തുർ റസൂൽ, റസൂലുകളുടെ ദഅവത്തിന്റെ മിഫ്താഹ്, താക്കോൽ എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞതുപോലെ ഒരു റസൂലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ ഈ ഭൂമിയിൽ വന്നിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ ഒരു റസൂലും ഭൂമിയിൽ വന്നു പോയിട്ടില്ല. എല്ലാവരും പറഞ്ഞ ഒരേ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മറ്റു കാര്യങ്ങളിൽ അവർ വേർതിരിഞ്ഞിട്ടുണ്ടാകും, ശരീഅത്തിന്റെ നിയമങ്ങളിൽ അതുപോലെ വ്യത്യസ്തം ഉണ്ടാവും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. വബിഹാ കല്ലമല്ലാഹു മൂസ കിഫാഹൻ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണത്താലാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിച്ചിട്ടുള്ളത്. അല്ലാഹു നേരിട്ട് സംസാരിച്ചിട്ടുള്ള റസൂലാണ് ആര്? മൂസാ നബി അലൈഹിസ്സലാം. ആ സംസാരിക്കാൻ, അല്ലാഹു സംസാരിക്കാനുള്ള കാരണം എന്താണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദഅവത്തിലേക്ക്, അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പറയാനാണ്. ഇതിൽ ചില അസറുകളും ഹദീസുകളും വഈഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ വായിക്കുന്നില്ല. വഹിയ മിഫ്താഹുൽ ജന്ന കമാ തഖദ്ദം, സ്വർഗ്ഗത്തിന്റെ താക്കോലാണ്. ചില അസറുകളിൽ വന്നതുപോലെ സ്വർഗ്ഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയാനുള്ള കാരണം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിലേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. വഹിയ സമനുൽ ജന്ന ഖാലഹുൽ ഹസൻ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞ മറ്റൊരു വാക്കാണ് സ്വർഗ്ഗത്തിന്റെ വിലയാണത്. അതും ഏതാശയത്തിലാണ്? സ്വർഗ്ഗപ്രവേശനത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം എന്നുള്ള ആശയത്തിൽ. വമൻ കാനത് ആഖിറ കലാമിഹി ദഖലൽ ജന്ന, മറ്റൊരു ഹദീസിന്റെ ആശയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. ആരുടേതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ കലാമാകുന്നത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ലുകളായി നമ്മൾ മനസ്സിലാക്കേണ്ട, എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അത് മറ്റൊരു ഫദ്ലാണ് വഹിയ നജാതും മിനന്നാർ, അത് നരകത്തിൽ നിന്നുള്ള രക്ഷയാണ്. വസമിഅ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിനൻ യഖൂൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഖാല ഖറജ മിനന്നാർ.
സഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയിൽ സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കുറച്ച് അപ്പുറത്ത് നിന്ന് ബാങ്ക് കൊടുക്കുന്നത് കേട്ടു. ആരോ ഒരാൾ ബാങ്ക് കൊടുക്കുന്നത് കേട്ടു. അങ്ങനെ ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അയാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോടായി പറഞ്ഞു, ഖറജ മിനൻ നാർ, അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, പുറത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നജാത്തു മിനൻ നാർ, നരകത്തിൽ നിന്ന് രക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. വഹിയ തൂജിബുൽ മഗ്ഫിറ, അത് മഗ്ഫിറത്തിനെ നിർബന്ധമാക്കുന്ന കാര്യമാണ്. ഇതാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഫളീൽ വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. പാപമോചനം ലഭിക്കണമോ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരിക്കണം, തൗഹീദ് ഉണ്ടായിരിക്കണം. തൗഹീദും ലാ ഇലാഹ ഇല്ലല്ലാഹും ഇല്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിൽ നിന്ന് പിന്നെ മഗ്ഫിറത്ത് പ്രതീക്ഷിക്കാൻ ഒരു വഴിയില്ല, അവന് പിന്നെ മഗ്ഫിറത്ത് ഉണ്ടാവില്ല. ഇവിടെ പറയാണ് വഫിൽ മുസ്നദ്, ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ അൻ ഷദ്ദാദ് ഇബ്നു ഔസിൻ വഉബാദത്ത് ഇബ്നു സാമിത്ത്, ഷദ്ദാദ് ഇബ്നു ഔസും അതുപോലെ ഉബാദത്ത് ഇബ്നു സാമിത്തും റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അസ്ഹാബിഹി യൗമൻ, ഒരിക്കൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടായി പറഞ്ഞു, ഇർഫഉ ഐദിയകും വഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക എന്ന് പറഞ്ഞു. കൈകൾ ഉയർത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്ന് പറഞ്ഞു. ഫറഫഅന ഐദിയന സാഅതൻ, ഞങ്ങൾ കുറച്ചു നേരം കൈകൾ പൊന്തിച്ചുകൊണ്ട് പറഞ്ഞു. ثم وضع رسول الله صلى الله عليه وسلم يده, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ താഴ്ത്തി. ثم قال, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി, അല്ലാഹുമ്മ ബഅസ്തനി ബിഹാദിഹിൽ കലിമ, അല്ലാഹുവേ ഈ കലിമത്ത് കൊണ്ടാണ് എന്നെ നീ നിയോഗിച്ചത്. വഅമർതനി ബിഹാ, അതുകൊണ്ട് കൽപ്പിച്ചു. വവഅദ്തനി അൽ ജന്നത അലൈഹാ, അതിന്റെ മേലെ അത് അംഗീകരിക്കുന്ന ആളുകൾക്ക് സ്വർഗം നീ വാഗ്ദാനം ചെയ്തു. വഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, നീ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുന്നവനല്ല എന്ന് പറഞ്ഞു. ثم قال, എന്നിട്ട് പറഞ്ഞു സഹാബികളോട്, അബ്ശിറു ഫഇന്ന അല്ലാഹ ഖദ് ഗഫറ ലക്കും, നിങ്ങൾ സന്തോഷിക്കുക, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകിയിട്ടുണ്ട്, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പാപമോചനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അത് ഏറ്റവും വലിയ നന്മയാണ്, പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അതാണ് അടുത്തത് പറയുന്നത്, വഹിയ അഹ്സനുൽ ഹസനാത്ത്, നന്മകളിൽ വെച്ച് ഏറ്റവും വലിയ നന്മയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നന്മകളിൽ വെച്ച് ഏറ്റവും വലിയ നന്മയാണ്. ഖാല അബൂദർ റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി അമലൻ യുഖർരിബുനി മിനൽ ജന്ന വയുബാഇദുനി മിനൻ നാർ. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, റസൂൽ എനിക്ക് ഒരു അമൽ പഠിപ്പിച്ചു തരണം, എന്നെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന, എന്നെ നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു അമൽ പഠിപ്പിച്ചു തരണം പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അമിൽത സയ്യിഅതൻ ഫഅമൽ ഹസനതൻ, നീ ഒരു പാപം ചെയ്യുകയാണെങ്കിൽ നീ ഒരു നന്മ ചെയ്യുക. ഫഇന്നഹാ അശറു അംസാലിഹാ, അത് പിന്നെ അതിന് 10 ഇരട്ടിയായിട്ട് മാറുന്നതാണ്, അതിനെ മായ്ച്ചു കളയാൻ ഉപകരിക്കുന്നതാണെന്ന് പറഞ്ഞു. ഖുൽതു യാ റസൂലല്ലാഹ്, അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു മിനൽ ഹസനാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഹസനാത്തിൽ പെട്ടതാണോ, നന്മയിൽ പെട്ടതാണോ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ അഹ്സനുൽ ഹസനാത്ത്, നന്മകളിൽ വെച്ച് ഏറ്റവും വലിയ നന്മയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അപ്പോൾ പാപങ്ങൾ പുറത്തു കിട്ടാൻ, പാപങ്ങൾ മായ്ക്കപ്പെടാൻ എല്ലാം കാരണമാകുന്ന കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറ്റൊന്ന്, വഹിയ തംഹു ദുനൂബ വൽ ഖതായ, അത് പാപങ്ങളെ മായ്ച്ചു കളയുന്ന ഒരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. പാപങ്ങൾ മായ്ച്ചു കളയാൻ വേണ്ടി ഉപകരിക്കുന്ന, അതിന് പാപങ്ങൾ മായ്ച്ചു കളയുന്ന ഒരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഫി സുനനി ഇബ്നു മാജ, ഇബ്നു മാജയുടെ സുനനിൽ അൻ ഉമ്മു ഹാനി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ തത്റുകു ദംബൻ വലാ യസ്ബിഖുഹാ അമലുൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു പാപത്തെയും അവിടെ വിട്ടുവെച്ചു പോകുന്നില്ല, എല്ലാത്തിനെയും ഒഴിവാക്കും, അതുപോലെ ഒരു അമലും അതിനെ മുൻകടക്കുന്നുമില്ല. എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം? ഒരാൾ ജീവിതകാലം മുഴുവൻ ഹറാമിൽ മുഴുകിയെന്ന് വിചാരിക്കുക, പാപങ്ങളിൽ മുഴുകി വിചാരിക്കുക, ഷിർക്കിലും കുഫറിലും മുഴുകി വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാൾ തൗബ ചെയ്ത് മരിക്കുന്നതിന്റെ ഒരു നിമിഷം മുമ്പാണെങ്കിലും
തൗബ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് പറഞ്ഞുകൊണ്ട് അതിന്റെ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഇഖ്ലാസോടുകൂടി സിദ്ഖോടുകൂടി അതിന്റെ ആശയം മനസ്സിലാക്കി ദൃഢതയോടുകൂടി അത് അംഗീകരിച്ചിട്ട് അവൻ പറയുകയാണെന്ന് വിചാരിക്കുക. എന്താ അവന്റെ അവസ്ഥ? അവന്റെ പാപങ്ങൾ പിന്നെ അവൻ എന്തെങ്കിലും ദോഷം ചെയ്യോ? ഇല്ല. അവന്റെ പാപങ്ങളൊന്നും അവിടെ ബാക്കിയാവില്ല, എല്ലാം ഒഴിവാകും. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മദാരിജുസ് സാലിക്കീനിൽ പറയുന്നത് അത് ഇക്സീറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അൽ ഇക്സീർ. ഇക്സീർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നന്നാക്കുന്ന ഒരു കാര്യം. പർവ്വത സമാനം പാപങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ മേലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അതിനെ നന്മകളായി മാറ്റുന്നത്ര പിന്നെ ശക്തിയുള്ള കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ യസ്ബിഖുഹ അമലു എന്ന് പറഞ്ഞാലോ, ഒരു അമലും അതിനെ മുൻകടക്കില്ല എന്ന് പറഞ്ഞാലോ, ഒരു അമലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല എങ്കിൽ അതിനൊരു സ്ഥാനവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതെ എത്ര കർമ്മം ചെയ്താലും അതിനൊരു സ്ഥാനവുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയോളം എത്തില്ല. എന്നിട്ട് പറയാണ് وهي تجدد ما درس من الإيمان في القلب. وفي المسند أن النبي صلى الله عليه وسلم قال لأصحابه ഖൽബിൽ നുരുമ്പി പോകുന്ന ഈമാനിനെ നന്നാക്കുന്ന ഒരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, ജദ്ദിദു ഈമാനക്കും, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കണമെന്ന് പറഞ്ഞു. ഖാലു, അപ്പോൾ ചോദിച്ചു, കൈഫ നുജദ്ദിദു ഈമാനന, എങ്ങനെയാണ് ഞങ്ങളുടെ ഈമാനിനെ പുതുക്കുക? ഖാല ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാനിനെ പുതുക്കാൻ ഉപകരിക്കുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഉണ്ടാകും. വേറെ ഹദീസുകൾ കാണാം, വസ്ത്രം നുരുമ്പി പോകുന്നത് പോലെ ഈമാൻ ദുർബലമാകും, ഈമാൻ നുരുമ്പി പോകും. അപ്പൊ അതിനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ഈമാനിനെ പുതുക്കാനുള്ള ഏറ്റവും നല്ലൊരു കാരണമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ദിക്റായിക്കൊണ്ടാവട്ടെ, അത് അതിന്റെ ആശയങ്ങളെ പഠിച്ചുകൊണ്ടാവട്ടെ, എങ്ങനെയെല്ലാമാണോ അതിനെ പുതുക്കാൻ, ഈമാനിനെ പുതുക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് സാധിക്കും. എന്നിട്ട് പറഞ്ഞു, അടുത്ത ഒരു ഫദ്ലായിട്ട് പറഞ്ഞു, വഹിയല്ലതി ലാ യഅദിലുഹാ ഷൈഉൻ ഫിൽ വസ്ൻ, മീസാനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാൾ മറ്റൊന്നും തന്നെ കനം തൂങ്ങുന്നതായിട്ടില്ല. ഫലൗ വുസിനതി ബിസ്സമാവാതി വൽ അർദ് ലറജഹത് ബിഹിൻ, ആകാശഭൂമികളെ കൊണ്ട് ത്രാസിൽ ഒന്നിൽ ആകാശഭൂമികൾ വെച്ചാൽ മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങും. കമാ ഫിൽ മുസ്നദി അൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ عن النبي صلى الله عليه وسلم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നൂഹൻ അലൈഹിസ്സലാം ഖാല ലിബ്നിഹി ഇൻദ മൗതിഹി, നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകനോട് മരണസമയത്ത്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മരണസമയത്ത് പറയുകയുണ്ടായി. ഖുർആനിലെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ ആ മകനല്ല, വേറെ മക്കളുണ്ടായിരുന്നു. ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ നിന്നോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കൽപ്പിക്കുകയാണ്. فإن السماوات السبع والأرضين السبع لو وضعن في كفة ووضعت لا إله إلا الله في كفة لرجحت بهن, ലാ ഇലാഹ ഇല്ലല്ലാഹയും ഒരു ത്രാസിൽ ആകാശഭൂമികളും വെച്ച് മറ്റൊരു ത്രാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയും വെച്ച് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങുന്നതാണ്. ولو أن السماوات السبع والأرضين السبع كن حلقة مبهمة قصمتهن لا إله إلا الله, ഈ ആകാശഭൂമികൾ ഒരു വളയമാണെങ്കിൽ അതിനെ തകർക്കാൻ മാത്രം കഴിവുള്ള ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഥവാ അതിനേക്കാൾ ശക്തിയുള്ള കനം തൂങ്ങുന്ന കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ ആശയം മറ്റൊരു ഹദീസിൽ, വഫീഹി അയ്വൻ അൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന മൂസ അലൈഹിസ്സലാം ഖാല, ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബി, അല്ലാഹുവേ, അല്ലിംനി ഷൈഅൻ അദ്കുറുക ബിഹി വഅദ്ഉക ബിഹി, നിന്നെ ദിക്ർ ചെയ്യാനും നിന്നോട് ദുആ ചെയ്യാനും എന്തെങ്കിലും ഒരു കലിമത്ത് എനിക്ക് പഠിപ്പിച്ചു തരണം, എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചു തരണം. ഖാല, അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, യാ മൂസ, എ മൂസ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളാൻ പറഞ്ഞു. ഖാല മൂസ, അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, നിന്റെ എല്ലാ അടിമകളും ഇത് പറയുന്നുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവർക്കും പറയുന്നത്, എനിക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം. ഖാല ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, വീണ്ടും അല്ലാഹു പറഞ്ഞു, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. ഫഖാല ലാ ഇലാഹ ഇല്ലാ അൻത, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ അല്ലാതെ ഇലാഹില്ല. ഇന്നമാ ഉരീദു ഷൈഅൻ തഖുസ്സുനി ബിഹി, എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് മാത്രം പ്രത്യേകമായിട്ടൊരു കാര്യം, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, യാ മൂസ, എ മൂസ, ലൗ അന്ന السماوات السبع وعامرهن غيري والأرضين السبع في كفة
വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശഭൂമികളും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അതിലെ അധികാരികളും എല്ലാം ഒരു ത്രാസിൽ വെക്കുകയാണ്. ലാ ഇലാഹ ഇല്ല മറ്റൊന്നിൽ വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. നോക്കി, നൂഹ് നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമും ഒക്കെ പറഞ്ഞിട്ടുള്ള മഹത്തരമായിട്ടുള്ള വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ എത്ര അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. കാരണം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പൊ നമ്മളിപ്പോ അൽഹംദുലില്ലാഹ് നമ്മൾ പിന്നെ ഈ മർക്കസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി ധാരാളം കേൾക്കുന്നു, ചർച്ച ചെയ്യുന്നു, പഠിക്കുന്നു. അത് നമ്മൾ ഈ ഒരു സലഫി മൻഹജിലായതുകൊണ്ട് അതിന്റെ ഉസൂലിൽ ഒന്നാമത്തെ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ഖീഖ് ചെയ്യല. വേറെ ആരാണ് മുസ്ലിമീങ്ങൾ? നിങ്ങൾ വേറെ ഏത് വിഭാഗം നോക്കിക്കോളി, ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി ഇങ്ങനെ പറയാ? നമുക്ക് കിട്ടിയ നിഅമത്തിനെ പറയാ, നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ പറയാ. ഇത്രയും ഫضലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി ചർച്ച ചെയ്യാനും പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും എല്ലാം തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. എത്ര നന്ദി കാണിച്ചാലും മതിയാവില്ല, എത്ര നന്ദി കാണിച്ചാലും മതിയാവില്ല. വേറെ ഭൗതികമായിട്ടുള്ള എന്തും വെച്ചാലും, ആരോഗ്യമോ സമ്പത്തോ സന്താനങ്ങളോ വാഹനങ്ങളോ കൊട്ടാരങ്ങളോ സൗന്ദര്യമുള്ള ഇണകളോ അല്ലെങ്കിൽ ദുനിയാവിന്റെ ആളുകൾ ആഗ്രഹിക്കുന്ന ഇച്ഛിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഒരു ഭാഗത്ത് വെച്ചോളി. വേറെ ആൾക്ക് ഒന്നുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമുള്ളൂവെങ്കിലും അവനാണ് ഏറ്റവും ഉത്കൃഷ്ടൻ, അവനാണ് ശ്രേഷ്ഠൻ. അള്ളാഹുവിനോട് ഏറ്റവും നന്ദി കാണിക്കേണ്ട ഒരു അനുഗ്രഹമാണ് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വലിദാലിക തർജഹു ബിസഹായിഫി ദുനൂബ്. അതുകൊണ്ട് തന്നെയാണ്, ഈ പറഞ്ഞ കാരണം കൊണ്ട് തന്നെയാണ് പാപങ്ങളുടെ ഏടുകൾ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങുന്നത്. കമാ ഫി ഹദീസ് സിജില്ലാത്തി വൽ ബിതാഖ, ബിതാഖത്തിന്റെ ഹദീസിൽ വന്നതുപോലെ. വഖദ് ഖറജഹു അഹ്മദ് വന്നസാഇ വതിർമിദി അയ്ളൻ മിൻ ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു അംർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് ബിതാഖത്തിന്റെ ഹദീസ് എന്ന് പറയും. ഉലമാക്കൾ അങ്ങനെയാണ് ആ ഹദീസിനെ പറയാറുള്ളത്. എന്താണ് ആ ഹദീസ്? ഹദീസ് വായിക്കാം. ഇന്നല്ലാഹ സയുഖല്ലിസു റജുലൻ മിൻ ഉമ്മതി അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ. നാളെ അന്ത്യനാളിൽ വിചാരണ നടക്കുന്ന സമയത്ത് അള്ളാഹു ഒരു ആളെ പ്രത്യേകം, സൃഷ്ടികളുടെ എല്ലാം മുന്നിലായിക്കൊണ്ട് ഒരാളെ പ്രത്യേകം കൊണ്ടുവരും. ഫയൻഷുറു അലൈഹി 99 സിജില്ല, 99 രേഖകൾ, അവന്റെ പാപങ്ങളുടെ രേഖകൾ അവന്റെ മുമ്പിൽ നിരത്തും. കുല്ലു സിജില്ലിൻ മിസ്ലു മദ്ദിൽ ബസർ, അവന്റെ ആ ഓരോ ഏടുകളും, പാപങ്ങളുടെ ഏടുകളും കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്നുണ്ടാവും, കണ്ണെത്താ ദൂരത്തോളം. തുമ്മ യഖൂൽ, എന്നിട്ട് അല്ലാഹു തആല അവനോട് ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ഷൈഅൻ, ഇതിൽ നിന്ന് എന്തെങ്കിലും നീ നിഷേധിക്കുന്നുണ്ടോ, നീ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടോ? അവലമക കതബതി അൽ ഹാഫിളൂൻ, ഇനി അതല്ല, എന്റെ ഈ പാപങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ നിന്നോട് ദുൽമു ചെയ്തു, നീ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നല്ല ന്യായം നിനക്ക് പറയാനുണ്ടോ? ഫയഖൂൽ, അപ്പൊ അയാൾ പറയും, ലാ യാ റബ്ബി, ഇല്ല, ഇതൊന്നും ഞാൻ നിഷേധിക്കില്ല, എല്ലാം ഞാൻ ചെയ്തതാണ്, എന്റെ സംസാരമാണ്, എന്റെ പ്രവർത്തനങ്ങളാണ്, ഒന്നും നിന്റെ ഹാഫിളിങ്ങൾ ഒരു ദുൽമും ചെയ്തിട്ടില്ല, ഒക്കെ ഞാൻ ചെയ്തു തന്നെയാണ്. ഫയഖൂൽ, അപ്പൊ അള്ളാഹു ചോദിക്കും, അഫലക ഉദ്റുൻ, നിനക്ക് വല്ല ഉദ്റും ഉണ്ടോ? ഇതാ റിസാലയിൽ ഇല്ല കേട്ടോ, ഈ ഹദീസ് വേറെ വായിക്കാം. നിനക്ക് വല്ല ഉദ്റും ഉണ്ടോ എന്ന് ചോദിക്കും, എന്തെങ്കിലും ഒഴിവഴി പറയാനുണ്ടോ? അപ്പൊ ഫയഖൂൽ പറയും, ലാ യാ റബ്ബി, ഇല്ല, ഒന്നുമില്ല എന്ന് പറയും. ഫയഖൂൽ ബലാ ഇന്ന ലക ഇൻദനാ ഹസനതൻ, അപ്പൊ അല്ലാഹു തആല അടിമയോട് പറയും, പക്ഷേ നമ്മുടെ അടുക്കൽ നിനക്കൊരു നന്മയുണ്ട് പറയും, നമ്മുടെ അടുക്കൽ ഇന്ന് നിനക്കൊരു നന്മയുണ്ട്. ഫഇന്നഹു ലാ ദുൽമ അലൈക അൽയൗം, ഇന്ന് നിന്നോടൊരു ദുൽമും ചെയ്യൂല, നിനക്കൊരു ദുൽമും ഇല്ല എന്ന് പറയും. ഫതുഖ്റജു ബിതാഖത്തുൻ ഫീഹാ, എന്നിട്ടൊരു ചെറിയ ബിതാഖ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാർഡ് പുറത്തേക്ക് എടുക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അവൻ ചെയ്ത കാര്യങ്ങൾ രേഖപ്പെടുത്തിയ എന്നൊരു കാർഡ് എടുക്കുമ്പോൾ അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിലെ ഷഹാദത്ത് ഉണ്ടാകും. ഫയഖൂൽ അഹ്ദിർ വസ്നക്, അങ്ങനെ പറയും, നിന്റെ ത്രാസ് നമുക്ക് തൂക്കി നോക്കാം, ഈ പാപങ്ങളുണ്ട്, ഒരു നന്മയായിട്ട് ഈ ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. ഫയഖൂൽ യാ റബ്ബി മാ ഹാദിഹിൽ ബിതാഖത്തു മഅ ഹാദിഹി സിജില്ലാത്ത്, അയാൾ ചോദിക്കും, റബ്ബേ, എന്റെ ഇത്രയും 99ഓളം കണ്ണെത്താ ദൂരാതെ കിടക്കുന്ന ഈ പാപങ്ങളുടെ രേഖകളും ഈ ഒരൊറ്റ ചെറിയ ബിതാഖത്തും തമ്മിൽ എന്താ ഉള്ളത്? ഇത് എന്ത് തൂക്കി നോക്കിയിട്ട് എന്താ കാര്യം? അതിലൊരു കാര്യം ഉണ്ടാവില്ലല്ലോ. ഫയുഖാൽ, അപ്പൊ അവനോട് പറയപ്പെടും, ഇന്നക ലാ തുദ്ലം, നിന്നോടൊരു ദുൽമും ഇന്ന് ചെയ്യപ്പെടില്ല. ഖാല ഫതൂളഉ സിജില്ലാത്തു ഫീ കിഫത്തിൻ,
അങ്ങനെ ത്രാസിന്റെ ഒരു ത്രാസിൽ ഈ രേഖകളെല്ലാം വെക്കും. വൽ ബിതാഖത്തു ഫീ കിഫ്ഫത്തിൻ, മറ്റൊരു ത്രാസിൽ ഈ കാർഡും വെക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എഴുതിയിട്ടുള്ളത്. ഫതാശത്തിസ് സിജില്ലാതു വസഖലത്തിൽ ബിതാഖ ഫലാ യസ്ഖുൽ മഅ ഇസ്മില്ലാഹി ഷൈഉൻ. ആ പാപങ്ങളെ എഴുതിയ രേഖകളെക്കാളെല്ലാം കനം തൂങ്ങിയതായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയിട്ടുള്ള ഈ കാർഡ് ഉണ്ടാവും. അത് കനം തൂങ്ങും. മറ്റൊന്നും അള്ളാഹുവിന്റെ നാമത്തിനോടൊപ്പം മറ്റൊന്നും നിൽക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. ആലോചിക്കും, ധാരാളം പാപങ്ങൾ, ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ആളായിരിക്കാം, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യഥാർത്ഥ രൂപത്തിൽ അവസാന സമയത്തിൽ അത് തെളിയിച്ച ആളായിരിക്കാം. അയാളുടെ പാപങ്ങളെല്ലാം ഒഴിവാകാൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണമാകുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഫദ്ലാണത്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, വഫീഹി അയ്ളൻ عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم ما قال عبد لا إله إلا الله, ഒരടിമയുമില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ മുഖ്ലിസൻ ഇഖ്ലാസോടുകൂടി ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുസ് സമാവാത് ഹത്താ തുഫ്ദിയ ഇലൽ അർശി മജ്തുനിബത്തിൽ കബായിർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും വൻപാപങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ, അവൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്ന് അർശിന്റെ അടുക്കൽ എത്തുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. കാരണം അത്രയും സ്ഥാനമുള്ള കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ, ഒരടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിനെ സത്യപ്പെടുത്തും എന്നൊരു ഹദീസിൽ കാണാം. വഹിയൽ കലിമത്തുല്ലതി യുസദ്ദിഖുല്ലാഹു ഖായിലഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാളെ അല്ലാഹു തആല സത്യപ്പെടുത്തുന്നതാണ്. കമാ ഖറജഹു അൻ-നസാഇ വത്തിർമിദി വഇബ്നു ഹിബ്ബാൻ മിൻ ഹദീസ് അബീ ഹുറൈറത വഅബീ സഈദ് അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ഖാലൽ അബ്ദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ സദ്ദഖഹു റബ്ബുഹു. ഒരടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുകയാണെങ്കിൽ അല്ലാഹു തആല സത്യപ്പെടുത്തിക്കൊണ്ട് ഏഴാകാശത്തിന് മുകളിൽ നിന്ന് പറയും, വഖാല ലാ ഇലാഹ ഇല്ലാ അന വഅന അക്ബർ, ഞാനല്ലാതെ ഇലാഹില്ല, ഞാനാണ് വലിയവൻ. വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ, അടിമ പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ, അവൻ ഏകനാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. യഖൂലുല്ലാഹ്, അല്ലാഹു തആല പറയും ലാ ഇലാഹ ഇല്ലാ അന വഹ്ദി, ഞാനല്ലാതെ ഇലാഹില്ല, ഞാൻ ഏകനാണ്. വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ഒരടിമ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറയുമ്പോൾ ഖാല അല്ലാഹു, അല്ലാഹു പറയും ലാ ഇലാഹ ഇല്ലാ അന വഹ്ദി ലാ ശരീക ലി, ഞാൻ ഏകനാണ്, എനിക്കൊരു പങ്കുകാരനുമില്ല. വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അല്ലാഹു, ഒരടിമ പറയാണ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അവൻ ഏകനാണ്, അവനൊരു പങ്കുകാരില്ല, അവനാണ് എല്ലാവിധ അധികാരവും എല്ലാവിധ സ്തുതിയും. ഖാല അല്ലാഹു, അല്ലാഹു പറയും ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇലാഹില്ല, ലീ അൽ മുൽക്കു വലി അൽ ഹംദ്, എനിക്കാണ് എല്ലാ അധികാരവും, എനിക്കാണ് എല്ലാ സ്തുതിയും. വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരടിമ പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരു കഴിവും ചലനശേഷിയുമില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എന്ന് പറയുമ്പോൾ ഖാല അല്ലാഹു, അല്ലാഹു പറയാണ് ലാ ഇലാഹ ഇല്ലാ അന വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബി, ഞാനല്ലാതെ ഇലാഹില്ല, എന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. വകാന യഖൂൽ, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, മൻ ഖാലഹാ ഫീ മർദിഹി സുമ്മ മാത ലം തത്അംഹു അൻ-നാർ, ആരാണോ ഈ അവന്റെ രോഗത്തിൽ, അവൻ രോഗിയായി കിടക്കുമ്പോൾ ഈ കലിമത്ത്, ഈ പറഞ്ഞ ഈ വാക്കുകൾ പറയുന്നത് അവന് നരകം സ്പർശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഇതേ ആശയത്തിൽ വേറെയും ഹദീസുകൾ അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹും ഈ കാര്യങ്ങൾ പറയുന്നത്, രോഗിയായി കിടക്കുമ്പോൾ പറയുന്നതെല്ലാം നരകത്തിൽ നിന്ന് രക്ഷയേകുന്ന, അവനെ നരകം സ്പർശിക്കില്ല എന്ന ഹദീസുകൾ കാണാം. അപ്പോൾ നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവനെ അല്ലാഹു തആല സത്യപ്പെടുത്തുന്നു, അതുപോലെ തന്നെ അല്ലാഹു അതിന് മറുപടി നൽകുന്നുണ്ട്. وهي أفضل ما قاله النبيون كما ورد ذلك في دعاء يوم عرفة, നബിമാർ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അഫ്ളലായിട്ടുള്ള വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. യൗമ അറഫയിൽ അഫ്ളലായിട്ടുള്ള ദുആ പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹദീസ്? അഫ്ളലു ദുആ ദുആ യൗമ അറഫ, ഏറ്റവും അഫ്ളലായിട്ടുള്ള ദുആ യൗമ അറഫയിലുള്ള ദുആ ആണ്. وأفضل ما قلت أنا ونبيون من قبلي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير, ഞാനും എന്റെ മുൻപ് കഴിഞ്ഞു പോയ നബിമാർ പറഞ്ഞതിൽ
ഏറ്റവും അഫ്ളലായത് ഈ കലിമത്താണെന്ന്. വഹിയ അഫ്ളലു ദിക്ർ, അതുപോലെ തന്നെ ഏറ്റവും അഫ്ളലായിട്ടുള്ള ദിക്ർ ഇതാണ്. കമാ ഫി ഹദീസ് ജാബിർ അൽ മർഫൂ', ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. وعن ابن عباس رضي الله عنهما قال أحب كلمة إلى الله لا إله إلا الله لا يقبل عمل إلا بها. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. അതില്ലാതെ ഒരു അമലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ലുകളാണ്. മറ്റൊന്ന് വഹിയ അഫ്ദലുൽ അഅമാൽ, കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. വഅക്സറുഹാ തദ്ഈഫൻ, ഏറ്റവും ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണത്. വതഅദിലു ഇത്ഖർ റിഖാബ്, അടിമകളെ മോചിപ്പിക്കുന്നതിന് തുല്യമാണത്. വതകൂനു ഹിർസൻ മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് സംരക്ഷണമേകുന്ന കാര്യമാണത്. കമാ ഫി സ്വഹീഹൈൻ അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ആരാണോ ഇത് പറയുന്നത്, ഫി യൗമിൻ, ഒരു ദിവസത്തിൽ, മിഅത മറത്തിൻ, 100 തവണ, കാനത് ലഹു അദലു ആശരി റിഖാബിൻ, അവന് 10 അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമാണ്. ഒരാൾ ഒരു ദിവസത്തിൽ 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ അത് ചില റിവായത്തുകളിൽ രാവിലെയും വൈകുന്നേരവുമായിട്ടും വന്നിട്ടുണ്ട്. ഒരു ദിവസത്തിൽ 100 തവണ പറഞ്ഞാൽ അവന് 10 അടിമകളെ മോചിപ്പിച്ചതിനുള്ള തുല്യമാണത്. വകുതിബ ലഹു മിഅതു ഹസന, 100 നന്മകൾ അവന്റെ മേലെ രേഖപ്പെടുത്തും. വമുഹിയ അൻഹു മിഅതു സയ്യിഅ, 100 പാപങ്ങൾ അവനിൽ നിന്ന് മായ്ച്ചു കളയും. വകാനത് ലഹു ഹിർസൻ മിനശ് ശൈത്താനി യൗമഹു ദാലിക ഹത്താ യുംസി, വൈകുന്നേരമാകുന്നത് വരെ പിശാചിൽ നിന്ന് ഒരു സംരക്ഷണം അവന് ലഭിക്കും. വലം യഅതി അഹദുൻ ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി, ഇതിനേക്കാൾ അഫ്ളലായിട്ട് ഒരാളും പിന്നെ വന്നിട്ടില്ല. ഇല്ല അഹദുൻ അമില അക്സറ മിൻ ദാലിക്, ഇതിനേക്കാൾ അധികമായി ചെയ്തവനല്ലാതെ. അഥവാ ഈ 100-നേക്കാൾ കൂടുതലായി, ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞു 100-നേക്കാൾ കൂടുതലായിട്ട് ഒരാൾ പിന്നെ ഈ ദിക്ർ ചൊല്ലിയവനല്ലാതെ ഇതിനേക്കാൾ അഫ്ളലായിട്ടുള്ള ഒരു കർമ്മം കൊണ്ട് ഒരാൾ വരുന്നില്ല. അത്രയും അഫ്ളലായിട്ടുള്ള അമലുമാണത്. ഒരു ദിവസത്തിൽ രാവിലെ ഈ 100 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുമ്പോൾ ആ ദിവസത്തിൽ ലഭിക്കുന്ന മഹത്തായിട്ടുള്ള പ്രതിഫലമാണത്. മറ്റൊരു ഹദീസിൽ കാണാം, വഫീഹിമാ അയ്ളൻ അൻ അബി അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم من قالها 10 مرات كان كمن اعتق 4 أنفس من ولد إسماعيل, ആരാണോ 10 തവണ ഇത് പറയുന്നത് അവൻ ഇസ്മായിൽ സന്തതികളിലെ 4 പേരെ മോചിപ്പിച്ച പ്രതിഫലം അവനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധാരാളം പ്രതിഫലമുള്ള മഹത്തായിട്ടുള്ള കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസത്തിലുള്ള കാര്യമാണ് 100 തവണ ചൊല്ലുക എന്നുള്ളത്. വമിൻ ഫളാഇലിഹ, അതിന്റെ ശ്രേഷ്ഠതയിൽ പെട്ടതാണ് أنها تفتح لقائلها أبواب الجنة 8 يدخل من أيها شاء. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫളിൽപ്പെട്ട ഒരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പറഞ്ഞവന് സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും, അവന് വേണ്ടിയിട്ട് തുറക്കും. കമാ ഫി ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മൻ അതാ ബിശഹാദതൈൻ ബഅദ വുദു ഖറജഹു മുസ്ലിം. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹുള്ള ഹദീസിൽ വുദൂഇന് ശേഷം ഈ ഷഹാദത്ത് പറഞ്ഞവന് സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കുമെന്നുള്ളത്. എന്താണ് ആ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമാ മിൻകും മിൻ അഹദിൻ അയ്യതവദ്ദ ഫയുബ്ലിഗ ഔ ഫയുസ്ബിഗുൽ വുദു ثم يقول, ഒരാൾ വുദു ഏറ്റവും നല്ല രീതിയിൽ എടുക്കുകയാണ്, എന്നിട്ട് അവൻ പറയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന 8 യദ്ഖുലു മിൻ അയ്യിഹാ ഷാ. വുദു എടുത്തതിന് ശേഷം ഈ ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നവന് സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കും, ഏതിലൂടെ വേണമെങ്കിലും അവന് പ്രവേശിക്കാം. ഇതും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫളിൽ പെട്ട കാര്യമാണ്. മറ്റൊരു ഹദീസും ഇതേ ആശയത്തിലുണ്ട്.
ആ ഹദീസിൽ وفي الصحيحين عن عبادة بن الصامت رضي الله عنه عن النبي صلى الله عليه وسلم قال من قال أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله ആരാണോ ഈ കലിമത്ത് പറയുന്നത് وأن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയും മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത കലിമറ്റുമാണെന്ന് പറയുന്നത് അള്ളാഹു സൃഷ്ടിച്ച റൂഹുകളിൽ ഒരു റൂഹമാണ് വഅന്നൽ ജന്നത ഹഖ്ഖുൻ സ്വർഗ്ഗം ഹഖാണ് വഅന്നൻ നാറ ഹഖ്ഖുൻ നരകം ഹഖാണ് വഅന്ന അല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂരി ഫുതിഹത് ലഹു 8 അബ്വാബ് മിനൽ ജന്ന യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ അല്ലാഹു തആല ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് എന്നെല്ലാം വിശ്വസിക്കുന്ന ഈ ഒരു ഭാഗം അധികരിച്ചു വന്നിട്ടുള്ളതാണ്. അത് സഹിയായി വന്നിട്ടില്ല. ഇത് പറയുന്ന ആൾക്ക് സ്വർഗത്തിലെ കവാടങ്ങളിലൂടെ പ്രവേശിക്കാം എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഫദ്ലിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണത്. അതുപോലെ വമിൻ ഫവാഇലിഹ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ലിൽ പെട്ട മറ്റൊരു കാര്യമാണ് അന്ന അഹ്ലഹ വഇൻ ദഖലു النار ബിഖസീരിഹിം ഫീ ഹുഖൂഖിഹ. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ള ഒരാൾ പക്ഷെ അതിനോട് വീട്ടേണ്ട ഹക്ക് യഥാർത്ഥ രൂപത്തിൽ വീട്ടാതെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, വൻപാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഫൈന്നഹും ലാ ബുദ്ദ അൻ യഖ്റുജു മിൻഹ. പക്ഷേ അവർ എന്നെങ്കിലും ആ സ്വർഗത്തിൽ നിന്ന് പുറത്താവുക എന്നുള്ളത് നിർബന്ധമാണ്. ഫഫി സഹീഹൈൻ അൻ അനസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. സഹീഹ് ബുഖാരിയിൽ മുസ്ലിമുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറഞ്ഞു, വഇസ്സതി വജലാലി വകിബ്രിയായി വഅളമതി, എന്റെ പ്രതാപമാണ്, എന്റെ മഹത്വമാണ്, എന്റെ ഉന്നതിയാണ് എല്ലാം പറഞ്ഞിട്ട് പറയാണ് ലൗഖരിജന്ന മിൻഹ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനെ, അതിന്റെ ആശയത്തെ ആ പറഞ്ഞവനെ, അവനെ ഞാൻ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞതെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ലുകളാണ്. ഇവിടെ എണ്ണി തിട്ടപ്പെടുത്തി നിർത്തുകയല്ല, ഇതിനേക്കാൾ ധാരാളമുണ്ട്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി പറയാണ്, ഖാല ബഅദു സലഫ്, സലഫുകൾ ചിലർ ഉദ്ധരിക്കാറുണ്ട്, കാന ഇബ്രാഹിം അലൈഹിസ്സലാം യഖൂൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ ലാ തുശ്രികു മൻ കാന യുശ്രികു ബിക ബിമൻ കാന ലാ യുശ്രികു ബിക. അല്ലാഹുവേ, നിന്നിൽ പങ്കു ചേർക്കുന്നവനെയും നിന്നിൽ പങ്കു ചേർക്കാത്തവനെയും നീ ഒരുപോലെ ആക്കരുതേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാറുണ്ടായിരുന്നു. അഥവാ അവർ രണ്ടാണ്. തൗഹീദിന്റെ ആളുകൾ വേറെയാണ്, ശിർക്ക് ചെയ്യുന്ന ആളുകൾ വേറെയാണ്. അവർ രണ്ടുപേരെയും ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ഒരേപോലെയല്ല. തൗഹീദിന്റെ ആളുകൾ സ്വർഗത്തിലേക്കുള്ള ആളുകളാണ്, ശിർക്കിന്റെ ആളുകൾ സ്വർഗം ഹറാമായിട്ടുള്ള, നരകം ശാശ്വതമായിട്ടുള്ള ആളുകളുമാണ്. കാന ബഅദു സലഫ് യഖൂലു ഫീ ദുആഇഹി, സലഫുകളിൽ ചിലർ അവർ ദുആ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നക ഖുൽത അൻ അഹ്ലിൻ നാർ, അല്ലാഹുവേ, നീ നരകാവകാശികളെ പറ്റി പറഞ്ഞു, ഇന്നഹും ഖസമു ബില്ലാഹി ജഹദ ഐമാനിഹിം ലാ യബ്അസു അല്ലാഹു മൻ യമൂത്. അവർ ദുആ ചെയ്യുമ്പോൾ അവർ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നക ഖുൽത അൻ അഹ്ലിൻ നാർ, നരകാവകാശികളെ പറ്റി അല്ലാഹ് നീ പറഞ്ഞിട്ടുണ്ട്. ഇന്നഹും അഖ്സമു ബില്ലാഹി ജഹദ ഐമാനിഹിം, എങ്ങനെയെല്ലാം സത്യം ചെയ്ത് പറയാൻ പറ്റുമോ അങ്ങനെയെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. ലാ യബ്അസു അല്ലാഹു മൻ യമൂത്, മരണപ്പെട്ടവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കില്ല എന്നത് സൂറത്തുൻ നഹ്ലിലെ 28-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നരകാവകാശികൾ ഇങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, വനഹ്നു നുഖ്സിമു ബില്ലാഹി ജഹദ ഐമാനിനാ, ഞങ്ങൾ എല്ലാ രീതിയിലും ഇതാ അള്ളാഹ് സത്യം ചെയ്ത് പറയുന്നു, ലാ യബ്അസന്നല്ലാഹു മൻ യമൂത്, മരണപ്പെട്ടവരെ എന്തായാലും അള്ളാഹ് ഉയർത്തെഴുന്നേൽപ്പിക്കും. അല്ലാഹുമ്മ ലാ തജ്മഅ ബൈന അഹ്ലിൽ ഖസ്മൈനി ഫി ദാരിൻ വാഹിദത്തിൻ, അല്ലാഹുവേ, ഈ രണ്ട് സത്യം ചെയ്ത ആളുകളെയും ഒരു ഭവനത്തിലാക്കരുതേ. അഥവാ തൗഹീദിന്റെ ആളുകളെ, അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളെ നരകത്തിൽ ശിക്ഷയിൽ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു രീതിയാണ്. ശിർക്കിന്റെ ആളുകളും തൗഹീദിന്റെ ആളുകളും എന്നും രണ്ട് തന്നെയാണ് എന്ന് കാണാം. കാന അബൂ സുലൈമാൻ യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, സലഫുകളിൽപ്പെട്ട വ്യക്തിയാണ്, അദ്ദേഹം പറയുമായിരുന്നു, ഇൻ താലബനി ബിബുഖ്ലി താലബ്തുഹു ബിജൂദിഹി, എന്റെ പിശുക്ക് കാരണം അള്ളാഹ് നീ എന്നെ പിടികൂടുകയാണെങ്കിൽ ഞാൻ നിന്നോട് തേടുന്നത്
അത് ആ വിഷയത്തിലാണ് എന്നെ നീ പിടികൂടുന്നതെങ്കിൽ ഞാൻ നിന്നോട് നിന്റെ ഔദാര്യം ചോദിക്കുകയാണ്. വൈൻ ത്വാലബനി ബിദുനൂബി ത്വാലബ്തുഹു ബിഅഫ്വിഹി, എന്നെ അല്ലാഹു തആല എന്റെ പാപങ്ങളാലാണ് പിടിക്കുന്നത് എങ്കിൽ ഞാൻ അവനോട് അവന്റെ ഔദാര്യം ചോദിക്കുകയാണ്. വൈൻ അദ്ഖലനി അന്നാറ, അല്ലാഹു എന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അഖ്ബർതു അഹ്ലന്നാർ അന്നീ കുൻതു ഉഹിബ്ബുഹു, നരകാവകാശികളോട് ഞാൻ അറിയിക്കും ഞാൻ അവനെ ഇഷ്ടപ്പെട്ടിരുന്നു, അഥവാ അള്ളാഹുവിന് എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറയും എന്നുള്ളത്. അഥവാ ഈ കിതാബ് അവസാനിക്കുകയാണ്, ഒരു കുറച്ച് ഭാഗം കൂടിയേ ഉള്ളൂ, അര പേജ് കൂടിയേ വായിക്കാനുള്ളൂ. ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യം പറയാണ്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ആ ഹുബ്ബാണ് എന്നതിന്റെ അടിസ്ഥാനമാണ് എന്നുകൊണ്ട് പറയാണ്. അവർ പറഞ്ഞ വാക്കാണ്, എന്നെ അള്ളാഹ് ഇനി നരകത്തിൽ ഇടുകയാണെങ്കിൽ എനിക്ക് ആ നരകാവകാശത്തോട് പറയാറുള്ളത് ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ അതിൽ സത്യസന്ധത, അതിന്റെ പൂർത്തീകരണം എനിക്ക് സാധിച്ചില്ല എന്നതായിരിക്കും എന്ന്. വകാന ബഅ്ദുൽ ആരിഫീന യബ്കി തൂല ലൈലിഹി, ചില മുൻഗാമികൾ അള്ളാഹുവിനെ ധാരാളമായി ഇബാദത്ത് ചെയ്തിരുന്ന ആളുകൾ അവർ രാത്രി നിസ്കാരത്തിൽ കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ പറയുമായിരുന്നു, വയഖൂൽ ഇൻ തുഅദ്ദിബ്നി ഫഇന്നി ലക മുഹിബ്ബുൻ വഇൻ തർഹംനി ഫഇന്നി ലക മുഹിബ്ബുൻ, അള്ളാഹുവേ നീ എന്നെ ശിക്ഷിച്ചാലും നീ എന്നോട് കാരുണ്യം കാണിച്ചാലും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നവൻ തന്നെയാണ്, എനിക്ക് നിന്നോട് ഇഷ്ടം തന്നെയാണ്, അതിലൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് പറയാറുണ്ടായിരുന്നു. കാരണം അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഇബാദത്തിന്റെയും തൗഹീദിന്റെയും അടിസ്ഥാനവും പൂർത്തീകരണമാണ്. അത് എത്രത്തോളം തെളിയിക്കുന്നുവോ അത്രത്തോളമാണ് നമ്മുടെ തൗഹീദ് ശക്തിപ്പെടുക. നമുക്ക് ദീനിന്റെ ധാരാളം ഈ റിസാലയിൽ തന്നെ ആദ്യം മുതൽ കേട്ട നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ആ വിഷയത്തെ മനസ്സിലാക്കേണ്ടത് എന്ന് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ അത്രത്തോളം അള്ളാഹുവിനോട് ഇഷ്ടം തെളിയിച്ചിരുന്നു. ചില സലഫുകൾ പറഞ്ഞൊരു വാക്ക് കാണാം, എനിക്ക് അള്ളാഹുവിനുള്ള തൃപ്തി വേണം. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹ് എന്നെ നരകത്തിൽ ഇടുകയാണെങ്കിൽ ആ നരകം എനിക്ക് തൃപ്തിപ്പെടാൻ പറ്റണം. എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖദറിൽ അള്ളാഹു തീരുമാനിക്കുന്ന തൃപ്തി എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇനി എന്നെ നരകത്തിൽ ഇട്ടാൽ ആ നരകം എനിക്ക് തൃപ്തിപ്പെടുന്ന അത്ര അള്ളാഹുവിൽ എനിക്ക് തൃപ്തി കണ്ടെത്താൻ പറ്റണം എന്ന് സലഫുകൾ പറഞ്ഞു കാണാം. നരകത്തിൽ കിടക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അവിടെ ഉദ്ദേശം എന്താണ്, അത്രത്തോളം തൃപ്തി അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ എനിക്കുണ്ടാകണമെന്ന്. അതുപോലെ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, അൽ ആരിഫൂന യഖാഫൂന മിനൽ ഹിജാബി അക്സറ മിമ്മാ യഖാഫൂന മിനൽ അദാബ്, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നിറഞ്ഞ അവര് അങ്ങനെയുള്ള ആളുകൾ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടാകും, സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാൾ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ കാണണം എന്നുള്ളത്. കാരണം ഏറ്റവും സ്വർഗത്തിലുള്ള അനുഗ്രഹം അതാണ്. അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണാൻ പറ്റണം. അപ്പോ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് അള്ളാഹുവിൽ നിന്ന് മറയിടുന്നത്, അഥവാ നരകാവകാശിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വർഗം കിട്ടൂല, അപ്പൊ അള്ളാഹുവിനെ കാണാൻ പറ്റില്ല. അപ്പൊ ഈ ശിക്ഷ അനുഭവിക്കുന്നതിനേക്കാൾ അവർക്ക് വേദനയുള്ള ഒരു കാര്യം, അവർ ഭയപ്പെടുന്ന ഒരു കാര്യം അള്ളാഹുവിനെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. അഥവാ അത്രത്തോളം അള്ളാഹുവിനോടൊരു ഇഷ്ടം തെളിയിക്കുന്ന ആളുകളുണ്ട് എന്ന്. ഖാല ദുന്നൂൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഖൗഫുൻ നാരി ഇൻദ ഖൗഫിൽ ഫിറാഖ് കഖത്റത്തിൻ ഫീ ബഹ്രിൽ ലുജ്ജിയിൻ, അള്ളാഹുവിനെ കാണാൻ പറ്റാതെ അകന്നു പോവുക എന്നുള്ള ആ ഭയം, അതും നരകത്തെ കുറിച്ചുള്ള ഭയം നോക്കിക്കഴിഞ്ഞാൽ കടലിൽ ഒരു തുള്ളിയെ പോലെയാണ്. അഥവാ അള്ളാഹുവിനെ കാണാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭയമായിട്ട് ഉള്ളത് എന്ന്. നരകത്തെ ഭയമില്ല എന്നല്ല എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശം അള്ളാഹുവിനെ കാണാൻ പറ്റില്ലല്ലോ എന്നതിന്റെ വിഷമത്തിന്റെ ആധിക്യത്തെ അറിയിക്കാനാണ്. ഖാല ബഅ്ദുഹും യഖൂൽ, ചില സലഫുകൾ അവർ പറയാറുണ്ട്, ഇലാഹി വസയ്യിദി വമൗലാ, എന്റെ ഇലാഹെ അതുപോലെ എന്റെ സയ്യിദെ എന്റെ മൗല, ലൗ അദ്ദബ്തനി ബിഅദാബിക കുല്ലിഹി, നീ നിന്റെ എല്ലാ ശിക്ഷ കൊണ്ടും എന്നെ ശിക്ഷിച്ചാലും, കാന മാ ഫാതനി മിൻ ഖുർബിക അഅ്ളമ ഇൻദി മിനൽ അദാബ്, നിന്റെ സാമീപ്യം എനിക്ക് നഷ്ടപ്പെടുക എന്നുള്ളതാണ് മറ്റേത് ശിക്ഷയെക്കാളും എനിക്ക് വലുതായിട്ടുള്ളത്. കാരണം അള്ളാഹുവിൽ നിന്ന് അകന്നു പോവുക, അള്ളാഹുവിനെ കാണാൻ സാധിക്കാതെ നഷ്ടപ്പെടുക എന്നുള്ളത് അത്രയും വേദനയേറിയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുൻഗാമികൾ. ഖീല ലി ബഅ്ദിഹിം, അവര് ചില സലഫുകളോട് ചോദിച്ചിട്ടുണ്ട്, ലൗ തറദക മാ കുൻത തഫഅൽ, അള്ളാഹു നിന്നെ നരകത്തിലേക്ക് എറിഞ്ഞാൽ നീ എന്താണ് ചെയ്യുക? അപ്പൊ അവർ ഒരു ബൈത്ത് പാടി, ഫഖാല അന ഇല്ലം അജിദ് മിനൽ ഹുബ്ബി വസ്ലൻ റുംതു ഫിന്നാരി മൻസിലൻ വമഖീല, ഞാൻ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് അള്ളാഹുലേക്ക് ചേരാൻ പറ്റിയില്ല, അള്ളാഹുവിനെ കാണാൻ പറ്റിയില്ല, അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റിയില്ല, സ്വർഗത്തിൽ എത്താൻ പറ്റിയില്ല, നരകത്തിലാണ് എന്റെ സ്ഥാനമായത് എങ്കിൽ,
ثم أزعجت أهلها بندائي ഞാൻ ആ നരകാവകാശികളോട് ഞാൻ വിളിച്ചു പറയും ബുക്രതൻ ഫി അറസാതിഹാ വഅസീലൻ രാവിലെയും വൈകുന്നേരവും നരകത്തിന്റെ ഓരോ സ്ഥലങ്ങളിൽ പോയി ഞാൻ വിളിച്ചു പറയും മഅശറൽ മുശ്രികീന നൂഹു അലാ മൻ യദ്ദഈ അന്നഹു യുഹിബ്ബുൽ ജലീല ലം യകുൻ ഫിൽ ലദീ ഇദ്ദആഹു മുഹിഖ മുശ്രികീങ്ങളെ നരകത്തിൽ ആരാണ്ടാവുക മുശ്രികീങ്ങളാണ് മുശ്രികീങ്ങളെ വിളിച്ചു പറയും നിങ്ങൾ നിലവിളിച്ചുകൊള്ളൂ ആരുടെ മേലെ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട് എന്ന് വാദിക്കുകയും എന്നാൽ അത് പൂർത്തീകരിക്കാൻ അത് തെളിയിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരുത്തന്റെ മേലെ നിങ്ങൾ നിലവിളിക്കുക ഫജസാഹു ബിഹിൽ അദാബ ത്വീല അതുകൊണ്ട് അവന് കിട്ടിയത് നീണ്ടു നിൽക്കുന്ന ഈ ശിക്ഷയാണ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പറയുമ്പോ ഒരാൾ പറയുന്ന ആശയമാണ് അള്ളാഹുവിനെയാണ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ പോലെ മറ്റൊന്നിനെയും അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്നത് അത് യഥാർത്ഥ രൂപത്തിൽ തെളിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലയെ സാക്ഷാത്കരിക്കലാണ് അതിന്റെ ആ കാരണങ്ങളെ അതിന്റെ അടിസ്ഥാനങ്ങളെ പൂർത്തീകരിക്കലാണ് അതിൽ പാളിച്ച വന്ന് റിയായിൽ വീഴുകയോ അല്ലെങ്കിൽ ഷഹ്വത്തിൽ മുഴുകി പാവങ്ങളിൽ മുഴുകുകയോ ചെയ്ത് നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരാൾ വിളിച്ചു പറയുന്നതായിട്ട് പറയുകയാണ് ശിർക്കിന്റെ ആളുകൾ ശാശ്വതമായിട്ട് അവിടെ ഉണ്ട് ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന് വാദിച്ചിട്ടും എനിക്കത് തെളിയിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എന്റെ മേലെ നിങ്ങൾ നിലവിളിച്ചോളിയും അഥവാ മരണത്തിന്റെ ആ കരച്ചിൽ കരഞ്ഞോളിയും എന്ന് ഞാൻ വിളിച്ചു പറയും എന്ന് ഒരാൾ പറയാണ് അതായത് തൗഹീദ് ഉണ്ടായിട്ടും ലാ ഇലാഹ ഇല്ലല്ലയുടെ ആളായിട്ടും നരകത്തിൽ കടക്കേണ്ടി വരുന്ന ആളുകളെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ റിയാഹ് സംഭവിക്കുന്ന ആളുകൾ അതുപോലെ ഹവയെ പിൻപറ്റി പോകുന്ന ആളുകൾ അപ്പൊ അങ്ങനെ നരകത്തിൽ കിടക്കേണ്ടി വന്നാൽ ഞാൻ ഇങ്ങനെയായിരിക്കും പറയുക എന്ന് ഒരാൾ പറഞ്ഞത് കാണാം എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ഈ കിതാബ് അവസാനിപ്പിക്കുകയാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറയാണ് ഇഖ്വാനി എന്റെ സഹോദരങ്ങളെ ഇജ്തഹദു അൽ യൗമ ഫീ തഹ്ഖീഖ് തൗഹീദ് നിങ്ങൾ ഇന്ന് തന്നെ തൗഹീദ് സാക്ഷാത്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾക്കുള്ള ഈ അവസരത്തിൽ തൗഹീദ് സാക്ഷാത്കരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക കാരണം ഈ റിസാല അതാണ് ചർച്ച ചെയ്യുന്നത് തൗഹീദിന്റെ സാക്ഷാത്കാരമാണ് ഈ റിസാലയിൽ ചർച്ച ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ അതിന് പരിശ്രമിക്കുക ഫൈന്നഹു ലാ യൂസിലു ഇലല്ലാഹി സിവാഹ് അതുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല അള്ളാഹുവിനെ കാണാനോ സ്വർഗം ലഭിക്കാനോ അതിൽ അള്ളാഹുവിനെ കാണാനോ സാധിക്കില്ല വഹ്രിസു അലൽ ഖിയാമി ബിഹുഖൂഖിഹി അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതിനോടുള്ള കടമകൾ ബാധ്യതകൾ എല്ലാം പൂർത്തീകരിക്കാൻ അതിയായി താല്പര്യം കാണിക്കുക ഫൈന്നഹു ലാ യുൻജി മിൻ അദാബില്ലാഹി ഇല്ലാ ഇയ്യാഹ് അള്ളാഹു അല്ലാതെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളുമില്ല അള്ളാഹുവിന്റെ ശിക്ഷയിൽ നമ്മെ രക്ഷിക്കണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ വേറൊരാൾക്കും അതിന് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ അതിന് പരിശ്രമിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് ഇതിന്റെ അവസാനത്തിൽ ചില ബൈത്തുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫദ്ലിനെ പറയുന്ന ചില ബൈത്തുകൾ കൊടുക്കുകയാണ് മാ നഫഖൻ നാതിഖൂന ഇദാ നതഖു അഹ്സന മിൻ ലാ ഇലാഹ ഇല്ലാഹു സംസാരിക്കുന്ന ഒരാളും ലാ ഇലാഹ ഇല്ലല്ലയേക്കാൾ ഉത്തമമായതൊന്നും സംസാരിച്ചിട്ടില്ല തബാറകല്ലാഹു ദുൽ ജലാലി വമൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലയിൽ ഷഹാദത്ത് ചെയ്തവൻ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വപൂർണ്ണനാണ് മൻ ലിദുനൂബി വമൻ യുമഹ്ഹിസുഹു മൻ ലിദുനൂബി വമൻ യുമഹ്ഹിസുഹാ ഗൈറുക യാ മൻ ലാ ഇലാഹ ഇല്ലാഹു എന്റെ പാപങ്ങൾ എനിക്ക് സംഭവിച്ച പാപങ്ങൾ മായ്ക്കാൻ നീയല്ലാതെ ആരാണുള്ളത് ലാ ഇലാഹ ഇല്ലാഹു മറ്റൊരു ഇലാഹും ഇല്ലാത്ത അല്ലാഹുവേ ജിനാനു ഖുൽദിൻ ലിമൻ യുവഹിദുഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാഹു ശാശ്വതമായ സ്വർഗം അത് നിന്നെ ഏകനാക്കുന്നവനാണ് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു നീ അല്ലാതെ ഇലാഹില്ല നീറാനുഹു ലാ തുഹ്രിഖു മൻ ഹഖഖ അല്ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിക്കുന്നവനെ നരകം സ്പർശിക്കുകയില്ല അഖൂലുഹാ മുഖ്ലിസൻ ബിലാ ബുഖ്ലിൻ ഞാനിതാ ഇഖ്ലാസോട് കൂടി ഒരു പിശുക്കുമില്ലാതെ ഞാൻ പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാഹു നീ അല്ലാതെ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല ആഖിറുഹു അൽഹംദുലില്ലാഹി വഹ്ദ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് ഈ റിസാല ഇവിടെ അവസാനിപ്പിക്കുകയാണ് വളരെയധികം ഉപകാരമുള്ള തൗഹീദിന്റെ പൂർത്തീകരണം അതെങ്ങനെ സാക്ഷാത്കരിക്കണമെന്നും അതിനാവശ്യമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ തെളിയിക്കേണ്ട സിദ്ഖ് മഹബ്ബ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയും വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള നല്ല ഒരു റിസാലയാണ് നമ്മൾ വായിച്ചത്. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ അത് വായിക്കാനും മനസ്സിലാക്കാനും
നമുക്ക് സാധിച്ചു. ഇനി തൗഹീദ് സാക്ഷാത്കരിക്കുന്ന വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അള്ളാഹുവിനെ ഏറ്റവും വ്യക്തമായി കാണുന്ന അവന്റെ യഥാർത്ഥ അടിമകളിൽ, മുവഹ്ഹിദീങ്ങളിൽ, തൗഹീദ് സാക്ഷാത്കരിക്കുന്നവരിൽ നമ്മെ അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.